കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് കാണാൻ കയറിയത്. പടത്തിൻ്റെ അകത്ത് വലിയ സംഭവം ഉണ്ടെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നും പോയതില്ല. നോർമലായിട്ട് കയറി നോർമലായിട്ട് ഇറങ്ങി വന്നു, അത്ര തന്നെ. കൽക്കിയൊക്കെ പറഞ്ഞാൽ കുറച്ച് ഓവർ ബിൽഡപ്പ്, ഒരു തെലുങ്ക് മൂവീൻ്റെ ഒരു ടൈപ്പാണ് എനിക്ക് തോന്നിയത്. മലയാളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ യേശുവിലെന്ന് നല്ല വൃത്തിയായിട്ട് അറിയാം. പക്ഷേ അതല്ല, അതിനെക്കാട്ടി ഒരു വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ ടൊവിനോൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ വളരെ നന്നായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ കാരണം മമ്മൂക്ക കഴിഞ്ഞ സെക്കൻഡ് ടൊവിനോയാണ് സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ പോയ മൂവിയൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് കണ്ടിറങ്ങിയപ്പോൾ ഞാൻ സന്തോഷമായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ സ്റ്റോറി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കള്ളർ ടോണാണ്. കള്ളർ ടോൺ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞിരുന്നു. അജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയോടൊക്കെ ഈ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നല്ല ക്വാളിറ്റിയുള്ള വർക്കാണ്, ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമറയും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലല്ല, നമ്മൾ കേരളത്തിലൊരു അജിത്തുണ്ട്, പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ അല്ല, എന്തായാലും പുള്ളിക്കാരൻ്റെ സെലക്ഷൻ ഒന്നും വളരെ ഒരിക്കലും ബോറാവാറില്ല. ഇപ്പോൾ മൂവീസിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഇത് കാണണമെന്ന് എൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞത് പുള്ളിക്കാരനാണ്. കാരണം കൽക്കിയൊക്കെ പറഞ്ഞാൽ കുറച്ച് ഓവർ ബിൽഡപ്പ്, ഒരു തെലുങ്ക് മൂവീൻ്റെ ഒരു ടൈപ്പാണ് എനിക്ക് തോന്നിയത്. മലയാളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ യേശുവിലെന്ന് നല്ല വൃത്തിയായിട്ട് അറിയാം. പക്ഷേ അതല്ല, അതിനെക്കാട്ടി ഒരു വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ ടൊവിനോൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ വളരെ നന്നായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ കാരണം മമ്മൂക്ക കഴിഞ്ഞ സെക്കൻഡ് ടൊവിനോയാണ് സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ പോയ മൂവിയൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് കണ്ടിറങ്ങിയപ്പോൾ ഞാൻ സന്തോഷമായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ സ്റ്റോറി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കള്ളർ ടോണാണ്. കള്ളർ ടോൺ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞിരുന്നു. അജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയോടൊക്കെ ഈ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നല്ല ക്വാളിറ്റിയുള്ള വർക്കാണ്, ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമറയും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.